ഇപ്പോൾ ഉത്സവത്തിൻ്റെ തെയ്യത്തിൻ്റെ ഒക്കെ സീസണാല്ലേ. അങ്ങനെ ഇന്ന് നമ്മളൊരു ഉത്സവത്തിന് പോവുകയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, നമ്മുടെ നാട്ടിലൊരു വലിയൊരു ഉത്സവം നടക്കുകയാണ്. ആദൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 351 വർഷങ്ങൾ ശേഷമാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജനുവരി 19 തൊട്ട് 24 വരെയാണ് ഉത്സവം ഉള്ളത് കേട്ടോ. അതായത് വെള്ളിയാഴ്ചയാണ് ഉത്സവം തീരുന്നത്. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഞങ്ങൾ ജനുവരി 20-നാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും രാഹുലേട്ടനും കണ്ണനും പിന്നെ രാഹുലേട്ടൻ്റെ കസിനും ആളെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലെത്തി. പാർക്കിംഗ് ഏരിയയിലാണ് ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നത്. എടുത്ത് പറയേണ്ട കാര്യമാണ്, പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി വെക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഒരു സമയത്ത് തന്നെ 2-3 തെയ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ അവർ സൗകര്യമൊക്കെ ഏർപ്പെടുത്തി തന്ന്. പിന്നെ അവിടെ ഗാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇരുന്ന് തെയ്യമൊക്കെ കാണാം. അതിന് ശേഷം നമ്മൾ നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. കണ്ണനാണെങ്കിൽ പാട്ട്, ഡാൻസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ കുറച്ച് സമയം നമ്മൾ സ്റ്റേജിലിരുന്നു. അതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനാണെങ്കിൽ നല്ല ക്യൂ ആയിരുന്നു. പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കിട്ടി കേട്ടോ. അങ്ങനെ ഞാനും രാഹുലേട്ടനും കണ്ണനും കൂടി ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇലയിലാണ് ഫുഡ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാൻ കഴിയും. നല്ല ഒന്നാം തരം സദ്യയായിരുന്നു കേട്ടോ. ലാസ്റ്റ് പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ചന്തയിലേക്ക് പോയി. ചന്തയിൽ നിന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിൽ വെറുതെ കാണാൻ നല്ല രസമായിരുന്നു. ലാസ്റ്റ് രാഹുലേട്ടൻ ഒരു കുങ്കുമം മേടിച്ചു തന്നു. 50 രൂപ കേട്ടോ കുങ്കുമത്തിന്. അങ്ങനെ കണ്ണൻ ഒരു കളിപ്പാട്ടം മേടിച്ചു. കണ്ണനാണെങ്കിൽ വണ്ടി പ്രാന്തൊന്നുമില്ല, ആൾക്ക് ഇഷ്ടം ആനപ്രാന്താണ്. അങ്ങനെ ആനയൊക്കെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി 3 മങ്കിയെ കണ്ടു കേട്ടോ. അപ്പോൾ കണ്ണൻ അച്ഛൻ, അമ്മ, കുഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്.